ചാമ്പ്യൻസ് ട്രോഫി അവസാനിച്ചു. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് പിന്നാലെ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീർ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. എന്നാൽ മാധ്യമപ്രവർത്തകൻ ഗംഭീറിനോട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇനി വൺ ഡേ ടീമിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ? എന്നാൽ ഗംഭീർ പറയുന്നൊരു മറുപടി, വൺ ഡേ ടീമിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഒരു 3 അയച്ചുപണി ടീമിൽ നടത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ആ 3 മാറ്റങ്ങൾ ഇനി വൺ ഡേ ടീമിൽ ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മുടെ ഗൗതം ഗംഭീർ ടൈംസിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ട് ഋഷഭ് പന്തിനെ കളിപ്പിച്ചില്ല? ആ ഒരു ചോദ്യത്തിന് ഗംഭീർ നൽകിയ മറുപടിയാണ് ഏറ്റവും വലിയൊരു അടിപൊളിയായിട്ടുള്ള. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, KL രാഹുലിന്റെ ആവറേജ് നിങ്ങൾ കണ്ടിട്ടില്ലേ? KL രാഹുൽ ടീം പറയുന്നത് പോലെ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. ഏതൊരു പൊസിഷനിലും ഏതൊരു റോൾ കൊടുത്താലും മികച്ച രീതിയിൽ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹത്തെ എങ്ങനെ പുറത്തിരുത്തും? ഇത്ര മാത്രം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു, ഇനി T20 ടീമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഭാവിയിൽ വരുമോ? T20 ടീമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഇനി അടുത്ത പരമ്പരകൾ വരുന്ന സമയത്ത് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഗംഭീർ പറഞ്ഞ കാര്യം, ഇപ്പോൾ ഇന്ത്യക്ക് T20യിൽ മികച്ചൊരു സ്ക്വാഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഒരു മാറ്റം വരുത്തേണ്ട കാര്യമൊന്നുമില്ല. മികച്ച താരങ്ങളാണ് എൻ്റെ ഒരു T20 ടീമിലുള്ളത്. എന്നാൽ IPL നടക്കാൻ പോവുകയാണല്ലോ. IPLൽ മികച്ച പ്രകടനം നടത്തുന്ന അൺക്യാപ്ഡ് ആയിട്ടുള്ള പല യങ്സ്റ്റേഴ്സിന്റെ പല പ്രകടനം ഞാൻ നിരീക്ഷിക്കും. അവരുടെ മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങൾക്ക് കുറച്ചു താരങ്ങൾക്ക് ഞാൻ ഒരു അവസരങ്ങൾ T20 ഞാൻ കൊടുക്കും എന്നുള്ള കാര്യം ഗംഭീർ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യൻ ടീമിൽ ഒരുപാട് കോച്ചുമാർ വന്നിട്ടുണ്ട്. ദ്രാവിഡ്, അനിൽ കുംബ്ല, ശാസ്ത്രി, ഇവരിലേക്കും നിന്നും ഗംഭീർ ഏറെ വ്യത്യസ്തനാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീതികൾക്കെതിരെ മികച്ച രീതിയിൽ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു കോച്ചാണ്. അത് മാത്രമല്ല, പറയേണ്ട കാര്യങ്ങൾ മുഖം നോക്കി പറയും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ.